ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സുന്ദരിയാവാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാനിതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. കിച്ചുമോട് കുറേ തവണ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചെയ്യണത് കുളി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ കുറച്ച് പൗഡർ എടുത്തിടും. അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും അങ്ങനെ ചെയ്യലില്ല കേട്ടോ. മേക്കപ്പിനായിട്ടൊരു മോയ്സ്ചറൈസിങ്ങോ അങ്ങനെ ഡെയിലി അങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നുമല്ല. അലോവേര ജെല്ല് ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കും. പിന്നെ അതാ നമ്മുടെ ഹൈബ്രോസ് ഒന്ന് അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കും. പിന്നെ കൺമഷി ഇട്ട് കൊടുക്കും. പക്ഷെ കൺമഷി എന്നും അങ്ങനെ ചെയ്യൂല, പക്ഷേ ചില സമയത്ത് അത് ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ചെയ്യണത് ലിപ്സ്റ്റിക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. മെല്ലെ ലിപ് ബാം ഉണ്ടെങ്കിൽ ലിപ് ബാം ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ അതൊരു വിരൽ വെച്ചിട്ട് അങ്ങനെ റെഡി ആക്കി കൊടുക്കും. ചെറിയ തോതിലൊന്ന് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ പൊട്ടാണ്. ഒരു കറുത്ത കുഞ്ഞി പൊട്ടൊന്ന് വെച്ച് കൊടുക്കും. പിന്നെ അപ്പോൾ ഇതാണ് ഞാൻ പൊട്ടായിട്ട് ഉപയോഗിക്കുന്നത്. ചെറിയ പൊട്ടാണ് അധികം യൂസ് ചെയ്യണത് കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് സ്റ്റോൺ വരുന്നുണ്ടല്ലോ, അതും ഇതുപോലെ കുഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതാ ചന്ദനം കൂടിയാണ് തൊട്ട് കൊടുത്തു. അപ്പം നമ്മുടെ മേക്കപ്പ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പതിവ് പോലെ തന്നെ അടുക്കളയ്ക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മുതിര ഉണ്ടല്ലോ. കുറേ ദിവസമായിട്ട് മുതിര വേവിച്ചിട്ട് അങ്ങനെ തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ട് അങ്ങനെ കട്ടൻ ചായനൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെച്ച് കൊടുത്തു. മുതിര അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്കൊന്ന് വറവിട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും വീഡിയോസൊക്കെ ഷെയറൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകാൻ കേട്ടോ. ഇത് റേഷൻ അരിയാണ് കേട്ടോ ഞാനിടുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറ് വെന്ത് കിട്ടും. അത് ഞാൻ വെള്ളം തിളച്ചിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് അവിടെ റെഡിയാവും. അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ മുതിര റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. മക്കൾക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും അവരും കഴിക്കും. അവരുടെ ഫേവറേറ്റ് ഒന്നുമല്ല. പിന്നെ അത് അരി എപ്പോഴും ഞാൻ വെള്ളത്തിലേക്ക് ഇടും മുമ്പ് ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കഴുകും കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകുമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പിന്നെ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം. പിന്നെ നമ്മുടെ മുതിര ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ, കാരണം ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ അവർക്ക് ബിസ്ക്കറ്റും അങ്ങനെ ബേക്കറി ഐറ്റംസൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരതൊക്കെ കഴിക്കും. പിന്നെ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി. കട്ടൻ ചായേൻ്റെ ആളും ഞാൻ തന്നെയാണ്, അതും അവർക്ക് വേണ്ട. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ തിളച്ചു, ചായപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ അരിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് റൈസ് കുക്കറിലേക്കും കൂടെ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ അരിയൊക്കെ തിളച്ച് ഞാനത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. പിന്നെ ആ ഒരു ഗ്യാസിൽ ഞാൻ കറികൾക്കുള്ളതൊക്കെ കുക്കറിലേക്ക് സെറ്റാക്കിയിട്ട് അതങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് കുക്കറിൽ വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്കവിടെ നമ്മുടെ ചായ കുടിക്കുന്ന പരിപാടി കൂടെ നടക്കുമല്ലോ. അപ്പോൾ തന്നെ ഞാൻ കട്ടൻ ചായയൊക്കെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് മുതിര എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോയിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. മഴക്കാലത്താണ് ഏറ്റവും മുതിര കഴിക്കാൻ നല്ലത് തോന്നുന്നു അല്ലേ. അപ്പോൾ ആ മക്കൾ ആരും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.